അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുടെ പ്രശ്നമാണ്. അദ്ദേഹം നൽകുന്ന മറുപടിയുടെയും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പ്രചാരണത്തിൻ്റെ അവസാന ലാപ്പിൽ നമ്മളോടൊപ്പം ചേരുന്നത് വേങ്ങരയിലെ UDF സ്ഥാനാർത്ഥി KM ഷാജിയാണ്. തികഞ്ഞ ആത്മവിശ്വാസം അല്ലേ? ആത്മവിശ്വാസത്തിന് കുറവൊന്നുമില്ല, കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പൊളിറ്റിക്സിലേക്ക് വേങ്ങരയെ രാഷ്ട്രീയമായിട്ട് സംസാരിച്ചോടിപ്പിക്കുക എന്നുള്ളത് പണിയായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് സക്സസ് ആണെന്നാണ്. അവസാന ഘട്ടത്തിൽ ഇന്നിപ്പോൾ കുഞ്ഞാലുട്ടി സാഹിബ് പറഞ്ഞത് പാട്ട് കച്ചേരി കൊണ്ടൊന്നും വേങ്ങരയിൽ കാര്യമില്ല, UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന. അല്ല, അതന്നെയാണ്. അതൊക്കെ പിന്നെ കുട്ടികളുടെ ഒക്കെ ചില സമ്മർദ്ദങ്ങൾ ഈ രാഷ്ട്രീയത്തിലെ പൊതുവെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണതേ, ഈ വേസ്റ്റ് ഓഫ് മണി വേസ്റ്റ് ഓഫ് ടൈം ഞാൻ പറഞ്ഞല്ല, അത് മറ്റുള്ളവർ ഒട്ടിക്കുന്നതുകൊണ്ട് നമ്മൾ ഒട്ടിക്കുക, മറ്റുള്ളവർ പരിപാടി വെക്കുന്നതുകൊണ്ട് നമ്മൾ വെക്കുക എന്നുള്ളതല്ലാതെ അതൊന്നും ഒരു ഘടകമായിട്ട് എനിക്കും തോന്നണില്ല. അതൊന്നും അങ്ങനെയല്ല വേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ദിവസങ്ങൾ ഇത്ര പോലും വേണ്ടതില്ല. ആളുകളെ ഫാക്ട് ചെക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സംവിധാനമുള്ളൊരു ആധുനിക കാലത്ത് ഈ എല്ലായിടത്തും നിറയെ പോസ്റ്ററുകൾ ഒട്ടിച്ച് ഫ്ലക്സുകൾ വെച്ച് അതൊന്നും മാറി നമുക്ക് കഴിയില്ല. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡ് ദാറ്റ് മീൻസ് അപ്പുറത്തുള്ള ആളുകൾ വെക്കുമ്പോൾ ഇപ്പുറത്ത് വെക്കും, ഇപ്പുറത്തുള്ള വെക്കുമ്പോൾ അപ്പുറത്തും വെക്കും എന്ന് അങ്ങനെ ശരിക്കും എല്ലാവരും ഇരുന്ന് ആലോചിച്ചിട്ട് അതിനൊഴിവാക്കുകയും നല്ല ഡിബേറ്റുകൾ പിന്നെ നടക്കുകയൊക്കെയാണ് രാഷ്ട്രീയത്തിൽ ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായം. കുഞ്ഞാലി സാഹിബ് പറഞ്ഞത് കറക്റ്റാണ്. ഇതൊന്നും പിന്നെ രാഷ്ട്രീയത്തിലെ പിന്നെ വോട്ട് പാറ്റേണിനെ ബാധിക്കുന്നൊന്നുമല്ല. ആളുകളത് നോക്കുക, വികസനം, തികഞ്ഞ രാഷ്ട്രീയം, അതൊക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്യുള്ളൂ. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവന കണ്ടിട്ടുണ്ടാവും. ഡാഷ് മോനെ നിനക്കുള്ള മറുപടി തരാമെന്ന് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്താ അതിനോടുള്ള മറുപടി? പിന്നെ അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുടെ പ്രശ്നമാണ്. അദ്ദേഹം നൽകുന്ന മറുപടിയുടെയും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രശ്നമാണ്. എനിക്കതിന് പ്രത്യേകിച്ച് ഈ സമയത്ത് ഞാൻ അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല തൽക്കാലം. LDF സ്ഥാനാർത്ഥി തുടർച്ചയായിട്ട് പറഞ്ഞത് വേങ്ങരക്കാരനല്ല താങ്കൾ, വേങ്ങരക്കാരനായിട്ടുള്ള ഒരാളെയാണ് വേങ്ങരക്കാർ പ്രതീക്ഷിക്കുന്നതൊക്കെ നല്ലതാണ്. അവസാന ഘട്ടത്തിൽ പ്രചാരണത്തിൽ പറയുന്നത് അതാണ്. അല്ല, ഞാൻ മത്സരിക്കുന്നത് പിന്നെ നിയമസഭയിലേക്കാണല്ലോ, മൂപ്പര് പഞ്ചായത്തിലേക്കോ മത്സരിക്കുന്നുണ്ടാവുക. അതിൻ്റെ കുഴപ്പമായിരിക്കും. അത് രാഷ്ട്രീയം അറിയാത്തതിൻ്റെ പ്രശ്നമാണത്. VS അച്യുതാനന്ദൻ പാലക്കാട് നിന്ന് വന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി, ആലപ്പുഴയിൽ നിന്നാണ് വന്നത്. അപ്പോൾ അതൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ ഉയർത്തുന്നത് പോലും പിന്നെ മുദ്രാവാക്യങ്ങളില്ലാതെ പോവുക, പറയാൻ രാഷ്ട്രീയം ഇല്ലാതെ പോവുക, അപ്പോഴൊക്കെയാണ്. കേരളത്തിലെ ജനങ്ങൾ അത് എത്രത്തോളം ബാലിശമായി എടുക്കുമെന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തുകൾ പറയട്ടെ. അപ്പം വേങ്ങര പഞ്ചായത്തുകാരനെ ഊരകം പഞ്ചായത്തിന് വേണ്ട വെച്ചാൽ ഊരകം പഞ്ചായത്തുകാരനെ മറ്റേ വേറെ പഞ്ചായത്തിന്, അതൊക്കെ തമാശയാണ്. അത് ഞാനതൊന്നും ഗൗരവത്തിലെടുക്കുന്നില്ല. ഈ ചിലയിടങ്ങളിൽ കുട്ടിക്കലാശം പോലെയുള്ള പരിപാടികൾക്ക് നിയന്ത്രണമുണ്ട്, താങ്കളുടെ മണ്ഡലത്തിലുണ്ടെന്ന് തോന്നുന്നു. നിയന്ത്രണമുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയണത് അത് പിന്നെ വേണ്ടെന്നുള്ള നിലക്ക് സംസാരിച്ചിട്ടുണ്ട്. നല്ല കാര്യമാണ്. അവർക്കൊരു സംശയം ഉണ്ടെങ്കിൽ പിന്നെ നിയമപാലകർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, നടക്കട്ടെ. പ്രചാരണത്തെ ബാധിക്കില്ല? അതൊന്നും ബാധിക്കില്ല. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ തെരഞ്ഞെടുപ്പ് മഹോത്സവമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ഇതാണ്. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നില്ല. എന്തായാലും എല്ലാവിധ ആശംസകളും. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് KM ഷാജി. അദ്ദേഹം അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണി തുപൂരിനൊപ്പം ബഷീർ P. അക്ബർ, മലപ്പുറം.